എഴുതിയ ഒന്നാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 1 Thessalonians chapter 1 and verse 9. 1 Thessalonians chapter 1 and verse 9. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നുവെന്നും അവർ തന്നെ പറയുന്നു. കഴിഞ്ഞ ആഴ്ച 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം അന്നിവിടെ ഉണ്ടായിരുന്നവരത് ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ആണ് അന്ന് പ്രധാനമായി സംസാരിച്ചത്. ദ സെക്കൻഡ് കമ്മിങ് ഓഫ് അവർ ലോർഡ്. കർത്താവ് മടങ്ങി വരുന്നു എന്നുള്ളത് കൊണ്ട് നാം ചെയ്യേണ്ട അനേക ഒരുക്കങ്ങൾ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കം എന്താണ് എന്നാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. വാട്ട് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിപ്പറേഷൻ ദാറ്റ് വി നീഡ് ടു മേക്ക് ഇൻ വ്യൂ ഓഫ് ദ റിട്ടേൺ ഓഫ് ദ ലോർഡ്. അതാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അത് എന്താണ് എന്ന് 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവൻ വരുമ്പോൾ 6 മുതലുള്ള വാക്യങ്ങൾ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകും, യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കും, സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടുള്ള മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. 2 Thessalonians chapter 1 verses 6 to 10. Those verses speak about the punishment, the damnation that is going to come upon those who have not obeyed the gospel. അപ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ ഏറ്റവും ഭയങ്കരമായി നടക്കുവാൻ പോകുന്ന കാര്യം നമുക്കറിയാം. ലോകത്തിൽ അനേക സംഭവങ്ങളൊക്കെ ഉണ്ടാകും, വലിയ കഷ്ടങ്ങൾ ഉണ്ടാകും, അന്ത്യക്രിസ്തുവിന്റെ ഭരണം ഉണ്ടാകും, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ വ്യക്തിപരമായി നമ്മെ സംബന്ധിച്ച് അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ഭയാനകമായ കാര്യമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അതെന്താ? അവര് കർത്താവായ യേശു അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനാകുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർക്ക് അവൻ പ്രതികാരം ചെയ്യും. മാത്രമല്ല, അവര് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കർത്താവിന്റെ വല്ലഭത്വത്തോടുകൂടി മഹത്വം വിട്ട് അകലാൻ ഇടയാകും. They will be cast away from the glorious presence of the Lord and they will have eternal punishment because they have not obeyed the gospel. അപ്പോൾ കർത്താവ് വരുന്നു എന്നുള്ള വലിയ സത്യത്തിന്റെ മുമ്പിൽ ഒന്നാമത് എല്ലാവരും ചെക്ക് ചെയ്യേണ്ടതും ഉറപ്പുവരുത്തേണ്ടതുമായ കാര്യം അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, ഈ നാളുകളിൽ വിശ്വാസികളുടെ ഇടയിലും അത് വളരെ പറയണമെന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് അവരുടെ ജീവിതം കൊണ്ട് അനേകർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ അപ്പം മുറിക്കുന്ന കൂട്ടായ്മയിലുള്ളവരുടെ മധ്യത്തിലും രക്ഷയുടെ സന്ദേശം അറിയിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ട് ഈ നാളുകളിൽ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ആ കാര്യം ഊന്നി പറഞ്ഞത്. ഇന്ന് നമ്മൾ വായിച്ച ഈ ഭാഗത്തും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കർത്താവിന്റെ വരവിനെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. The passage we read today also speaks about the return of the Lord Jesus. Chapter 1 Thessalonians 1:9. 1:9 യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന വിശ്വാസികളായിട്ടാണ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. So the believers in Thessalonica are those who are waiting for the Lord to come from heaven. ഇവിടെ ഇവര് കാത്തിരിക്കുന്നത് നിത്യമായ ശിക്ഷാവിധിക്കായിട്ടല്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത് രക്ഷിക്കപ്പെടാത്ത സുവിശേഷം അനുസരിക്കാത്ത ആളുകളുടെ കാര്യമാണ്. കർത്താവ് വരുമ്പോൾ അവർക്ക് നിത്യശിക്ഷ ലഭിക്കും. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ കാര്യമല്ല. വാസ്തവമായി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവ് വരുന്നു എന്നുള്ള പ്രത്യാശ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം മുഴുവൻ അധ്യായവും നമുക്കൊന്ന് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കേണ്ട ആവശ്യമുണ്ട്. അത് പുറകാലെ ചെയ്യാം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വാലിഡേറ്റ് ചെയ്യാൻ, അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള പല കാര്യങ്ങൾ 1 തെസ്സലോനിക്കർ 1-ൽ പറഞ്ഞിട്ടുണ്ട്. There are many points that validate someone's claim that I am a child of God. അപ്പോ നമ്മുടെ വിശ്വാസം
വാലിഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തെളിയിക്കണം. വാലിഡേറ്റ് യുവർ ഫെയ്ത്ത്. സോ 1 Thessalonians 1 talk about many points that help us to validate that the faith professed by 1 Thessalonians 1 people are true. അവരെ രക്ഷിക്കപ്പെട്ടു, ദൈവമക്കളാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ഇവിടെ പറഞ്ഞു. അത് ചുമ്മാ പറഞ്ഞിരിക്കുന്നതല്ല, അതിന്റെ അനേക തെളിവുകൾ ഈ അധ്യായത്തിലുണ്ട്. അതൊന്ന് കാണിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ കർത്താവിന്റെ വരവിന് വേണ്ടി, ശിക്ഷാവിധിക്കായിട്ടല്ല, കർത്താവ് സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന ആളുകളാണ് എന്ന് വെറുതെ പറയുകയല്ല. വിശ്വാസികൾ എന്ന് പറയുന്ന എല്ലാവരും അങ്ങനെ പറയുന്നവരാണ്. എന്നാൽ ഇവർ വെറുതെ പറയുകയല്ല, അവരുടെ വിശ്വാസം വാലിഡേറ്റ് ചെയ്യാൻ, അത് വാലിഡ് ആണ്, അത് തെളിവുള്ളതാണ് എന്ന് പറയാനായിട്ടുള്ള അനേക കാരണങ്ങൾ ഈ 1-ാം അധ്യായത്തിലുണ്ട്. അതിൽ ചിലത് സമയമുള്ളതനുസരിച്ച് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. See, validating your declaration or your statement is something very, very important. നമ്മുടെ വിശ്വാസം തെളിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇലക്ഷൻ നടന്നു, അതിൽ ഒരാൾ ജയിച്ചു. അദ്ദേഹം ഗവൺമെന്റ് ഉണ്ടാക്കാമെന്ന് ഗവർണറോട് ചെന്ന് പറഞ്ഞു. അപ്പൊ ഗവർണർ എന്താ പറഞ്ഞേ? വാലിഡേറ്റ് യുവർ ക്ലെയിം. യു ക്ലെയിം ദാറ്റ് യു ആർ eligible to form the government, but show me the document. അത് കാണിക്കാൻ 2-3 പ്രാവശ്യം അദ്ദേഹത്തിന് ഒത്തില്ല. അതിനടുത്തൊക്കെ എത്തി, എന്നാലും ഒത്തില്ല. അദ്ദേഹം പറഞ്ഞില്ല, വാലിഡേറ്റ് ചെയ്യാതെ ഞാൻ അനുവദിക്കയില്ല. ഒടുവിൽ വാലിഡേറ്റ് ചെയ്തു എന്ന് ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോ വാലിഡേഷൻ ഓഫ് യുവർ ക്ലെയിം ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അത് ലോകത്തിലെ എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. 11-ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന ഒരു കൊച്ച്, ഞാൻ 10-ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ടായില്ല. യു വാലിഡേറ്റ് യുവർ ക്ലെയിം, യു ഷോ മീ ദ സർട്ടിഫിക്കറ്റ്. അപ്പോ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരാള്, എനിക്ക് ഇതിനകത്ത് സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായില്ല. വേർ ഇസ് ദ വാലിഡേഷൻ? ടിക്കറ്റ് കാണിക്കും. അപ്പോൾ തെളിവില്ലാതെ വെറുതെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു കാര്യവും വാലിഡ് അല്ല. വിശ്വാസത്തിന്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, ഞാൻ ദൈവവേദലാണ്, ഞാൻ ഇന്ന സഭയെ കൂടുന്ന ആളാണ്, ഞാൻ അപ്പം പിടിക്കുന്ന ആളാണ്, സ്നാനപ്പെട്ടയാളാണ്. ഓക്കെ, വാലിഡേറ്റ് യുവർ സ്റ്റേറ്റ്മെന്റ്. നിന്റെ സ്റ്റേറ്റ്മെന്റ് നീ വാലിഡേറ്റ് ചെയ്യ, അതിനുള്ള തെളിവ് നീ ഹാജരാക്കണം. തെളിവ് ഹാജരാക്കാതെ വെറുതെ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് സ്വീകാര്യമല്ല. കഴിഞ്ഞ ആഴ്ച പ്രിയ സജി വർഗീസ് സംസാരിച്ചപ്പോ അതോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഓർപ്പിച്ചത്. യാക്കോബിന്റെ ലേഖനത്തിൽ അത് ഞാൻ ഭാഗം എടുക്കുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ചിലര് പറയുകയാണ് വി ഹാവ് ഫെയ്ത്ത്, then James says all right, validate it. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഓക്കെ, തെളിവിതാ. അതാണ് യാക്കോബ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. അപ്പൊ എന്താ തെളിവ്? പ്രവൃത്തിയാൽ അത് തെളിയിക്കണം. നീ വിശ്വാസിയാണെന്നുള്ളത് നിന്റെ ജീവിതം കൊണ്ട്, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ തെളിയിക്കണം. നീ രക്ഷിക്കപ്പെടുന്നത് പ്രവൃത്തി കൊണ്ടല്ല, പക്ഷേ നീ രക്ഷിക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നത് പ്രവൃത്തി കൊണ്ടാണ്. യു ആർ നോട്ട് സേവ്ഡ് ബൈ വർക്ക്സ്, ബട്ട് യു ഹാവ് ടു വാലിഡേറ്റ് യുവർ ഫെയ്ത്ത് ബൈ യുവർ ലൈഫ്, ബൈ യുവർ വർക്ക്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ, ഗവർണർ ചോദിച്ച പോലെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞാൽ അനേകർക്കും ഇന്ന് തെളിവില്ല. രക്ഷിക്കപ്പെട്ടതാണ് എന്ന് ദൈവസന്നിധിയിൽ പറയുക, ഞാൻ ദൈവവേദലാണ്, ഓക്കെ, തെളിവെന്താ? തെളിവ് പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ കൈപൊക്കിയെന്നോ സ്നാനപ്പെട്ടെന്നോ ഒക്കെ പറയുന്നതല്ലാതെ ജീവിതം കൊണ്ടത് വാലിഡേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ജീവിതം കൊണ്ട് വാലിഡേറ്റ് ചെയ്യണമെന്ന് തിരുവെഴുത്തിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വളരെ വലിയൊരു വിഷയമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഒടുവിലത്തെ നാളിൽ ചിലര് വന്ന് കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തു, അത്ഭുതങ്ങൾ ചെയ്തു എന്ന് പറയും. അല്ല, നിങ്ങൾ ചുമ്മാ കള്ളം പറയാ, അങ്ങനൊന്നും ചെയ്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തി ചെയ്തു കാണും, രോഗശാന്തി നടത്തി കാണും, നടത്തിയില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. പിന്നെന്താ പറഞ്ഞേ? ഐ നെവർ ന്യൂ യു, ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഞാനുമായിട്ടൊരു ബന്ധത്തിലേക്ക് ഒരിക്കലും വന്നിട്ടില്ല. So in Matthew 7 we read about some people who claim on the final day that they have performed miracles in the name of the Lord, but the Lord says, I never knew you, I don't know you, we have no relationship. ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, എന്താ? ഫലങ്ങളാൽ നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇത് വേദപുസ്തകത്തിലെ വലിയൊരു പ്രമാണമാണ്. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. You shall know them by their fruits. So as the governor said, show me the fruit. ഫലം കാണിക്ക്, അപ്പോഴാണ് വൃക്ഷം നല്ലതാണെന്ന് തെളിയുന്നത്. ഈ കഴിഞ്ഞ ആഴ്ച പ്രിയ സജീവ് പറഞ്ഞൊരു കാര്യം, യാക്കോബിന്റെ ലേഖനത്തിൽ 2 തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വിശ്വാസം, ഒന്ന് പ്രവൃത്തി.
ദൈവത്തിന് നമ്മുടെ വിശ്വാസം അറിയാം, അല്ലെ? ദൈവം ഭാഗം നമ്മുടെ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞത് ദൈവത്തിന് അറിയാം. പിന്നെ പ്രവൃത്തിയുടെ റെലവൻസ് എന്താ? പല റെലവൻസ് ഉണ്ട്. അതിൽ ഒരു റെലവൻസ് മനുഷ്യന്റെ മുമ്പാകെ നീ രക്ഷിക്കപ്പെട്ടാണെന്നുള്ള തെളിവ് നീ നിന്റെ പ്രവൃത്തിയാണ്. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നല്ലൊരു വാക്യം, ഇതിന് സഹായകരമായ ഒരു വാക്യമുണ്ട്, ഞാനൊന്ന് കാണിക്കട്ടെ. തിമോത്തി 2-ാം അധ്യായം, സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ 2 അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ പറയുന്നുണ്ട്, കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു. സെക്കൻഡ് തിമോത്തി 2:19 The Lord knows them who belong to him. All right. The Lord knows everyone who belongs to him. ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട. രക്ഷിക്കപ്പെട്ടത് ആരാണ് എന്നുള്ളതിന് ആരും റെക്കമെൻഡ് ചെയ്യണ്ട. കർത്താവിന് അറിയാം ആരൊക്കെ രക്ഷിക്കപ്പെട്ട. ഇനി അടുത്ത വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നുമാകുന്നു അതിന്റെ മുദ്ര. The validation takes place when they who profess to belong to the Lord depart from all evil. രണ്ട് വാക്യങ്ങളുടെ കണക്ഷൻ മനസ്സിലായോ? തനിക്കുള്ളവർ ആരാണ്, രക്ഷിക്കപ്പെട്ടവർ ആരാണെന്ന് കർത്താവിന് അറിയാം. ആരുടെ റെക്കമെൻഡേഷൻ വേണ്ട. അടുത്ത വാചകം, അവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറയുന്നതിന് മറ്റുള്ളവർക്കുള്ള തെളിവ്, അതിന്റെ മുദ്ര, അതിന്റെ തെളിവ് എന്താ? അവർ അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അപ്പൊ ആദ്യം പറയുന്നത് കർത്താവ് അറിയുന്ന കാര്യവും രണ്ടാമത് പറയുന്നത് നമ്മൾ അറിയുന്ന കാര്യവുമാണ്. യാക്കോബ് ലേഖനത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ്. വിശ്വാസമുണ്ടെന്ന് പറയുന്നു, അത് കർത്താവിന് അറിയാം. എന്നാൽ പ്രവൃത്തി, അത് മനുഷ്യന്റെ മുമ്പാകെ ആ വിശ്വാസം വെളിവാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു വലിയ സത്യം ഓർപ്പിക്കാനാണ്. We have to validate our faith by our life. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ വിശ്വാസം നാം വെളിവാക്കണം, നാം തെളിയിക്കണം. ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്നതിന് തെളിവുണ്ട്. ആട്ടെ, നമുക്ക് തെസ്സലോനിക്കരുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഈ തെസ്സലോനിക്കര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ശരിയായ വിശ്വാസികളാണ്. These Thessalonians are genuine believers. Okay, validate that. അതിനുള്ള തെളിവിതാ. അവിടെ നിങ്ങൾ കണ്ടോ, 9-ാം വാക്യത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, അവർ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരാണ്. So, number 1 point that validates the fact that they are saved. What is that? They have turned to God from idols. ഒരു കൊച്ചു വാചകമാണ്, പക്ഷേ ഈ കൊച്ചു വാചകത്തിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഓരോ വാക്കും പഠിക്കേണ്ടതാണ്. തെസ്സലോനിക്കയിലെ ഈ ആളുകൾ വിഗ്രഹാരാധികളായിരുന്നു. അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, വിഗ്രഹങ്ങളെ വിട്ട്. ഇവിടെ മലയാളത്തിൽ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞെന്നാണ്. എന്നാൽ മൂലഭാഷയിലും ഇംഗ്ലീഷിലും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വിഗ്രഹങ്ങളെ വിട്ടതാണ്. യു ടേൺ ടു ഗോഡ് ആൻഡ് ലെഫ്റ്റ് ദി ഐഡൽസ്. ടേൺ ടു ഗോഡ്. സോ ടേണിംഗ് ടു ഗോഡ് ഇസ് ദ ഫസ്റ്റ് തിങ്. ലീവിംഗ് ദ ഐഡൽസ് ഇസ് ദ സെക്കൻഡ് തിങ്. മലയാളത്തിലെ വാചകഘടനയ്ക്ക് വേണ്ടി തിരിച്ചു പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ മൂലഭാഷയിലും അതുപോലെ ഇംഗ്ലീഷ് തർജ്ജമകളിലെല്ലാം തന്നെ the first thing is you turn to God. As a result of turning to God, you left the idols. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞത് കൊണ്ട് പിന്നെ ഈ ഐഡൽസിന്റെ പുറകെ പോകേണ്ട കാര്യമേ വന്നില്ല. നിങ്ങൾ ഐഡൽസിനെ വിട്ടു. അപ്പോൾ ഈ വിശ്വാസികൾ, അവര് വിശ്വാസികളാണെന്ന് അവകാശപ്പെടുന്നു, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് അവർ ക്ലെയിം ചെയ്യുന്നു. അവരുടെ ക്ലെയിമിന്റെ തെളിവ് പൗലോസ് പറയാണ്, നിങ്ങൾ കഴിഞ്ഞ കാലത്ത് ദൈവമായി വിചാരിച്ചിരുന്ന, ദൈവത്തിന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്ന സകലത്തെയും വിട്ട് ദൈവത്തിങ്കിലേക്ക് നിങ്ങൾ തിരിഞ്ഞു. വേറെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവത്തെ വാസ്തവമായി കണ്ടുമുട്ടിയപ്പോ ജീവിതത്തിൽ പ്രധാനമായി വിചാരിച്ചിരുന്ന ബാക്കി കാര്യങ്ങളെല്ലാം അപ്രധാനമായി തീർന്നു. When you turn to God, all the other idols or things you had placed in the place of God became irrelevant. വില്യം മാക്ഡൊണാൾഡിന്റെ കമന്ററിയിൽ ഈ വാക്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. അദ്ദേഹം പറയാണ്, they turned to God and found him so satisfying that they dropped their idols. പിന്നെ they became so enraptured with the Savior that they abandoned their idols. They became so enraptured with the Savior. അപ്പോ ഈ വാക്യത്തിന്റെ വ്യാഖ്യാനമായിട്ട് വില്യം മാക്ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്നത്, അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവത്തിൽ അവരുടെ സകല സന്തോഷവും സംതൃപ്തിയും കണ്ടെത്തി. പിന്നെ ഐഡൽസ് വേണ്ടാന്ന് വെച്ചു. ഐഡൽസിന്റെ ആവശ്യം വന്നില്ല.
ഈ ദൈവത്താൽ അവർ ഏറ്റവും ആകൃഷ്ടരും പിടിക്കപ്പെട്ടവരുമായി തീർന്നുകൊണ്ട് they dropped their idols. This God to whom they had turned satisfied them completely that there was no need for them to go after idols. അപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ള തെളിവ് they turned to God from idols. ഇവിടെ ആ ടേൺ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തിരിഞ്ഞു എന്നാണ് മലയാളത്തില്. തിരിഞ്ഞു എന്നുള്ള വാക്ക് ഒരു പ്രധാനപ്പെട്ട വാക്കാണ്. പുതിയ നിയമത്തിൽ മാനസാന്തരത്തെ ഉദ്ദേശിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കാണ് തിരിഞ്ഞു. This word indicates the experience of repentance. So turning here means they repented. ഈ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 10 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. So this is a word that denotes genuine turning to God. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ യഥാർത്ഥമായി ദൈവത്തിങ്കലേക്ക് ആളുകൾ തിരിഞ്ഞു എന്ന് കാണിക്കാനായിട്ട് 10 പ്രാവശ്യം ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം വായിക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. Acts chapter 3 verse 9, 3:9. Acts chapter 9 verse 35, 9:35. Acts chapter 11 verse 21, 11:21. So 3:9, 9:35, 11:21. These are 3 verses out of the 10. 10 ഉണ്ട്. ഞാനതിൽ 3 ഒന്ന് സാമ്പിൾ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. So the word turn here is a word that denotes repentance, genuine repentance. പുതിയ നിയമത്തിൽ യഥാർത്ഥമായ തിരിവ്, മാനസാന്തരത്തെ സൂചിപ്പിക്കാനായിട്ട് എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് ഇവിടെ തിരിഞ്ഞു എന്ന് പറയുന്നത്. എന്താ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? What is the meaning of turning? It's a reversal of direction. ദിശയ്ക്ക് വ്യത്യാസം വന്നു. It is a reversal of attitudes. മനോഭാവത്തിന് വ്യത്യാസം വന്നു. It is a change in behavior. സ്വഭാവത്തിന് വ്യത്യാസം വന്നു. It is a change in their point of view. അവരുടെ ദൃഷ്ടികോണത്തിന് വ്യത്യാസം വന്നു. അപ്പോൾ തിരിഞ്ഞു അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ദിശ മാറി, അവരുടെ പെരുമാറ്റം മാറി, അവരുടെ പെർസ്പെക്റ്റീവ്, ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറി, കാഴ്ചപ്പാട് മാറി. അതിനെല്ലാം സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് റിപ്പന്റൻസ് അല്ലെങ്കിൽ ടേണിംഗ് എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. അപ്പോൾ വാസ്തവമായി രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് they turned to God. There was a deliberate act of turning to God, leaving their idols. അവർ മനഃപൂർവമായി ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞ് വിഗ്രഹങ്ങളെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ടേണിംഗ് ഉണ്ടായി ഇരിക്കണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഈ റിപ്പന്റൻസിനെ കുറിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. റിപ്പന്റൻസ്, മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ ഈ തെറ്റ് ചെയ്യുകയില്ല എന്ന് പറയുന്ന അല്ല മാനസാന്തരം. ഇപ്പൊ ഒരു കള്ളുകുടിയും മാനസാന്തരപ്പെട്ടു. നമ്മൾ സാധാരണ എന്താ വിചാരിക്കുന്നത്? ഇനി മുതൽ ഞാൻ കള്ളു കുടിക്കുകയില്ല എന്ന് അവൻ പറഞ്ഞു. അതല്ല മാനസാന്തരം. ചിലപ്പോ പിന്നെയും അവൻ കള്ളു കുടിച്ചെന്ന് വരാം. അത് കുടിച്ചോളം പറയല്ല, എന്നാലും അങ്ങനെ വരാം. ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറയുന്ന അല്ല മാനസാന്തരം. അങ്ങനെ മാനസാന്തരപ്പെടാൻ ആർക്കും ഒക്കെ ഇല്ല. നമ്മൾ ആരും മാനസാന്തരപ്പെട്ടു ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞല്ല മാനസാന്തരപ്പെട്ടത്. So repentance is not making a determination that I will never commit that sin. ആ പാപം ഇനി ഞാൻ ചെയ്യുകയില്ല എന്ന് പറയുന്നതല്ല മാനസാന്തരം. പിന്നെന്താ മാനസാന്തരം? മാനസാന്തരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഓഫ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് സിൻ. പാപത്തെ കുറിച്ചുള്ള നിന്റെ മനോഭാവത്തിന് മാറ്റം വരിക. ഞാൻ ഇത്രയും നാൾ ചെയ്തിരുന്ന പാപം ഇനി ഒരിക്കലും ഒറ്റ പ്രാവശ്യം പോലും ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞല്ല ആരും മാനസാന്തരപ്പെടുന്നത്. പിന്നെന്താ? ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ, കർത്താവിനെ സ്വീകരിക്കുമ്പോൾ പാപത്തോടുള്ള എന്റെ മനോഭാവം മാറുകയാണ്. നേരത്തെ ഞാൻ പാപത്തെ സ്നേഹിച്ചിരുന്നു, നേരത്തെ ഞാൻ പാപത്തിന്റെ പുറകെ പോയിരുന്നു, ഇപ്പോൾ പാപത്തെ ഞാൻ വെറുക്കുന്നു. വാട്ട് മേക്സ് ഗോഡ് അൺകംഫർട്ടബിൾ മേക്സ് മീ ഓൾസോ അൺകംഫർട്ടബിൾ. ദൈവത്തിന് വിഷമം ഉണ്ടാക്കുന്നത് എനിക്കും വിഷമം ഉണ്ടാക്കുക. ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എനിക്കും ഇഷ്ടമല്ലാത്തതാവുകയാണ്. നമുക്കറിയാം, ഈ ലോക ജീവിതത്തിൽ നന്നായി ജീവിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ച് ഒക്കെ ഇരുന്നാലും ചിലപ്പോഴൊക്കെ ചില തെറ്റുകൾ നമ്മൾ വീണ് പോകാറുണ്ട്, അല്ലേ? നമ്മുടെ എല്ലാം ജീവിതത്തിൽ തെറ്റുകളൊക്കെ ചിലപ്പോൾ നമ്മൾ വീണ് പോകാറുണ്ട്. അപ്പൊ ഇനി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യുകയെന്ന് പറയുന്നതല്ല മാനസാന്തരം. പാപത്തോടുള്ള എന്റെ മനോഭാവത്തിന് വ്യത്യാസം വന്നു. അപ്പോൾ
ഇനി തെറ്റ് ചെയ്താലോ, തെറ്റ് ചെയ്താൽ അത് അവനെ അൺകംഫർട്ടബിൾ ആക്കുക, അവനത് മനപ്രയാസമാകുക, അവനത് ദുഃഖമാവുകയാണ്. അയ്യോ ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ള ചിന്ത വരികയാണ്, അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹം വരികയാണ്. അതാണ് മാനസാന്തരത്തിന് തെളിവ്. എല്ലാവർക്കും അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരിക്കലും ഞാൻ ചെയ്യുകയില്ല എന്ന് പറയുന്നതല്ല മാനസാന്തരം. പാപത്തോടുള്ള എന്റെ മനോഭാവം, എന്റെ കാഴ്ചപ്പാട് മുഴുവനും മാറി. ഇനി എനിക്കത് വേണ്ട, എനിക്കതിനോട് താല്പര്യമില്ല, എനിക്കതിനോട് ഇഷ്ടമില്ല. ഏതെങ്കിലും കാരണവശാൽ അതിൽ ഞാൻ വീണു പോയാൽ ഉടനടി അതിൽ നിന്ന് രക്ഷപ്പെടണം. അത് ശരിയായില്ല, അത് പാടില്ലായിരുന്നു, അത് ദുഃഖത്തിന് കാരണമായി തീരുകയാണ്. So, true repentance is not making a decision that you will never commit that sin again. True repentance is a change of attitude towards sin. Your attitude to sin has changed. You no more like to sin. If you ever fall into sin, that grieves your heart and you want to turn back to God. ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ, തിരിയുവാൻ നിന്റെ ഹൃദയത്തിന് അതിയായ ആഗ്രഹമുണ്ടാകുന്നു. അതെ, അതാണ് തിരിവെന്ന് പറഞ്ഞത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഡെഫിനറ്റ് ആയിട്ട് ഒരു തിരിവുണ്ടായി കാണും. അയാൾ എല്ലാ പാപവും നിർത്തി എന്നുള്ളതല്ല പറയുന്നത്. പിന്നെന്താ? അയാളുടെ ജീവിതത്തിൽ പാപത്തോടുള്ള മനോഭാവത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായി കാണണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഇവിടെ വിഗ്രഹങ്ങളെ വിട്ട കാര്യം പറയുന്നു. എന്താ വിഗ്രഹം? നമുക്കറിയാം, സാധാരണഗതിയിൽ വിഗ്രഹം എന്ന് പറയുന്നത് ദാറ്റ്സ് എൻ ഐഡൽ. ഏതെങ്കിലും ഉണ്ടാക്കിയ, ദൈവത്തെ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനമാണ്, പ്രതിമയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. എന്നാൽ അത് മാത്രമല്ല വിഗ്രഹത്തിന്റെ അർത്ഥം. എനിത്തിങ് പ്ലേസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ഗോഡ് ഈസ് എൻ ഐഡൽ. എനിത്തിങ് ദാറ്റ് കംസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ് ഈസ് എൻ ഐഡൽ. എനിത്തിങ് ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടന്റ് ടു യു ദാൻ ഗോഡ് ഈസ് എൻ ഐഡൽ. എനിക്കും ദൈവത്തിനും മധ്യത്തിൽ വരുന്നത് എന്തോ അത് വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ പ്രാധാന്യം ഞാൻ എന്തിനു കൊടുക്കുന്നു അത് വിഗ്രഹമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ മറ്റെന്തിനെങ്കിലും പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വിഗ്രഹമാണ്. അപ്പൊ വിഗ്രഹം, ഐഡൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ ഓബ്ജക്ട് യൂഷ്വലി. എന്നാൽ അത് മാത്രമല്ല വിഗ്രഹത്തിന്റെ അർത്ഥം. വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി നിങ്ങൾ നോക്കിയാൽ, വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറിയിൽ ഐഡലിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി പറയുന്നത്? എക്സസീവ് റെഫറൻസ് ഓർ ഡിവോഷൻ ഫോർ സംതിങ് ഓർ സംവൺ. എക്സസീവ് ഡിവോഷൻ ഓർ റെഫറൻസ് ഫോർ സം പേഴ്സൺ ഓർ തിങ്. ഏതെങ്കിലും ഒരു കാര്യത്തോടോ ഒരാളോടോ ഉണ്ടാകുന്ന അമിതമായ ഭക്തി, അമിതമായ സ്നേഹം, അതാണ് വിഗ്രഹം എന്ന് പറയുന്നത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ആളുകള് വിഗ്രഹങ്ങളെ വിട്ട് തിരിയണം എന്ന് പറഞ്ഞാൽ പ്രതിമയുടെ മുമ്പിൽ പോയി തല കുണിക്കല്ലെന്നല്ല, അത് നമ്മളാരും ചെയ്യാറില്ല. പക്ഷേ മറ്റേ അർത്ഥത്തിലും വിഗ്രഹങ്ങളെ വിട്ട് തിരിയണം. ദൈവത്തെ അനുസരിക്കുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരും ഉണ്ടാകാൻ പാടില്ല. ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കും കൊടുക്കാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്താ? നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തിയറി ആയിട്ടൊക്കെ പറഞ്ഞു പോകും, വിഗ്രഹങ്ങൾ പാടില്ല എന്നൊക്കെ. പ്രാക്ടിക്കൽ ഇംപ്ലിക്കേഷൻ എന്താ? ഈ അടുത്തിടെ ഈ കാര്യത്തെക്കുറിച്ച് അധികം ചിന്തിക്കാൻ ഇടയാക്കിയ ഒരു സംഭവം ഉണ്ടായി. നമ്മുടെ ഒരു പെൺകുട്ടി, അതായത് സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ ഉള്ള ഒരു പെൺകുട്ടി ഒരു അവിശ്വാസിയുമായ ഒരു പുരുഷനുമായിട്ട് അടുപ്പത്തിലായി. അപ്പൊ അവളുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റു കൂട്ടുകാര്, വിശ്വാസികൾ കൂട്ടുകാര് പലരുണ്ട്. അതിലൊരു കൂട്ടുകാരൻ തന്നെ എന്നോട് പറഞ്ഞ കാര്യം ഞാനീ പറയുന്നത്. അവൻ പറഞ്ഞു, ഞങ്ങളെല്ലാവരും അവളെ ഉപദേശിച്ചു, മോളെ ഇതിന് പോകരുത്, തെറ്റാണ്. കാരണം അവൻ അവിശ്വാസിയാണ്, അവിശ്വാസിയുമായിട്ട് ഒരു നിലയിലും ബന്ധപ്പെടാൻ പാടില്ല. പക്ഷേ അവൻ പറയാണ്, എന്നോട് പറഞ്ഞ അത് പറയാണ്, ഞങ്ങളെല്ലാം പറഞ്ഞിട്ട് അവൾ കേട്ടില്ല, അവൾ പോയി അവനെ കല്യാണം കഴിച്ചു. അപ്പൊ എന്റെ മനസ്സ് വന്നൊരു ചിന്ത, ഹൂ ഈസ് എൻ ഐഡൽ? ദൈവത്തെക്കാൾ പ്രാധാന്യം വേറൊരാക്കാം. ദൈവത്തോടുള്ള ഡിവോഷനേക്കാൾ ആ പുരുഷനാണ് പ്രാധാന്യം. ദൈവത്തിന് വിഷമം തോന്നുന്നു ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. ദൈവത്തെക്കാൾ പ്രാധാന്യം ആ ആൾക്കാണ്. ഐ ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് പേഴ്സൺ ആൻഡ് ഐ വാണ്ട് ടു പ്ലീസ് ദാറ്റ് പേഴ്സൺ മോർ ദാൻ ഐ ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗോഡ് ഓർ ഐ ലിസൺ ടു ഗോഡ്. ദൈവത്തെ കേൾക്കുക എന്നുള്ളതിനേക്കാൾ ആ ആള് പറയുന്ന കേൾക്കും. ഈ ബന്ധം എനിക്ക് വിടാൻ പറ്റത്തില്ല. That is, you are devoted and you are committed to that person more than you are committed to God. അതല്ലേ തെളിയിക്കുന്നത്. ഇതൊരു കേസോ, ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എത്രയെത്ര കേസുകളാണ് ഇതുപോലുള്ളത്. തെറ്റായ ബന്ധങ്ങൾ ചെന്ന് അകപ്പെടുക. ആര്? വിശ്വാസികൾ. ആര് പറഞ്ഞാലും കേൾക്കാതിരിക്കുക. എന്തോ ഒരു വലിയ അപകടമാണിത്. ഞാനിത് നിങ്ങളുടെ അറിവിനായിട്ട് ഈ അപകടത്തിന്റെ ഭയങ്കരത്വത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ ഒന്ന് പറയാം. ഇഷ്ടം പോലെ പറയാനുണ്ട്. ഈ അടുത്തിടെ നമ്മുടെ ഇടയിൽ കൗൺസിലിംഗ് നടത്തുന്ന, പ്രൊഫഷണൽ ആയിട്ട് കൗൺസിലിംഗ് നടത്തുന്ന ഒരു ദൈവദാസൻ എന്നെ വിളിച്ചു. ഞാൻ പ്രൊഫഷണൽ കൗൺസിലർ അല്ല, ആത്മീയ ചിന്തകളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളെന്നേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അഡ്വൈസ് വേണം. എന്താ അത്?
ഒരു വിശ്വാസിയായ പെൺകുട്ടി ഒരു അവിശ്വാസിയായ പുരുഷനുമായിട്ട് അടുപ്പത്തിലായി. എല്ലാവരും എതിർത്തു. നീ പോകരുത്, ഈ ബന്ധം നിനക്ക് വേണ്ട എന്ന് പറഞ്ഞു. അവള് കേൾക്കത്തില്ല. മുമ്പേ പറഞ്ഞ പോലെ അവനോടാണ് ഭക്തി, അവനാണ് ദൈവം. കല്യാണം കഴിച്ചു. എല്ലാവരുടെ എതിർപ്പ് വകവെക്കാതെ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചു. അപ്പൊ ഇപ്പൊ ഉണ്ടായ പ്രശ്നം, കല്യാണം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോ മനസ്സിലായി ഇവന് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന്. അപ്പൊ ഇവള് കൗൺസിലിങ്ങിന് ചെന്നിരിക്കുകയാണ്. രക്ഷിക്കപ്പെട്ട കൊച്ചാണെന്ന് ഓർക്കണം. ആ കൗൺസിലറിന് മറുപടി പറയാൻ ബുദ്ധിമുട്ടായിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക, അങ്കിള് എന്തോ ഇവളോട് പറയണ്ടേ, ഞാൻ എന്തോ പറയട്ടെ, നിങ്ങൾ പറ. ഈ കല്യാണം പിരിയാമോ? ആ ഡിവോഴ്സ് വാലിഡ് ആണോ? വിവാഹമോചനം നേടാമോ? ഇവക്ക് വേറെ ആളെ കല്യാണം കഴിക്കാമോ? വളരെ പ്രയാസമുള്ള വളരെ. ഞാൻ പറഞ്ഞു എന്നേക്കാൾ അറിവുള്ള വേറൊരാളുണ്ട്. ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തോട് കൂടെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. ആര് വിചാരിച്ചാലും പരിഹരിക്കാൻ ഒക്കാത്ത നിലയിലുള്ള കുഴപ്പങ്ങളിൽ ചെന്ന് ചാടുക. എന്തുകൊണ്ടാണ് ചെന്ന് ചാടുന്നത്? വിഗ്രഹങ്ങളെ വിട്ടില്ല. നിന്റെ ജീവിതത്തിൽ ദൈവമല്ലാതെ മറ്റു ചില കാര്യങ്ങളാണ് പ്രധാനം. അതാണ് വിഗ്രഹം. ആ വിഗ്രഹത്തെ പ്രീതിപ്പിക്കാൻ ദൈവത്തെ വിഷമിപ്പിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രിയപ്പെട്ടവർ, ഇത് പ്രായോഗിക ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, they turned to God, therefore they gave up their idols. Nothing is more important to us than God. ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം ഒരു കാര്യത്തിനും ഞങ്ങൾക്കിനി ഇല്ല. അതാണ് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു, മാനസാന്തരപ്പെട്ടു എന്ന് പറഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണോ? നാം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരാണ്. നാം ദൈവത്തിങ്കിൽ തിരിഞ്ഞു എന്ന് പറയുന്നത് ശരിയായിരിക്കാം. എന്നാൽ നമ്മുടെ വിഗ്രഹങ്ങളെ നാം വിട്ടിട്ടുണ്ടോ? ദൈവത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം വസ്തുവിനോ പണത്തിനോ സ്ഥാനത്തിനോ മാനത്തിനോ ഏതെങ്കിലും വ്യക്തികൾക്കോ നാം കൊടുക്കുന്നുണ്ടോ? ഹാവ് വി ജെനുവിൻലി ട്രൂലി ടേൺ ടു ഗോഡ് ആൻഡ് ഹാവ് വി ലെഫ്റ്റ് ഡ്രോപ്പ് ഓൾ ദി ഐഡൽസ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തൊരു കാര്യം ഇവരെ കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ 9-ാമത്തെ ആ വാക്യത്തിൽ തന്നെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, അവര് സത്യദൈവത്തെ സേവിപ്പാനാണ് ഇപ്പൊ തിരിഞ്ഞിരിക്കുന്നത്. ഇവിടെ സേവിക്കുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സ്ലേവിങ് എന്നാണ്. നാട്ടുഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന് അടിമപ്പണി ചെയ്യുക. ഡ്യൂളോസ് എന്നുള്ള വാക്ക് നമുക്ക് ഗ്രീക്ക് അറിയാൻ പാടില്ലെങ്കിലും മിക്കവാറും പേർക്ക് ആ വാക്ക് അറിയാം അല്ലെ. എന്താ ഡ്യൂളോസ് എന്ന് പറഞ്ഞാൽ? ഡ്യൂളോസ് എന്ന് പറഞ്ഞാൽ അടിമയെന്നാണ്, സ്ലേവാണ്. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ ക്രിയാപദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോ ഡ്യൂളോസ് എന്ന് പറഞ്ഞാൽ സ്ലേവ്, one who has no rights, one who acknowledges the absolute sovereignty and lordship of his master. That is what a doulos is. അപ്പോ ഡ്യൂളോസ് എന്ന് പറഞ്ഞാൽ അടിമ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ഇവിടെ സേവിക്കുക. നോട്ട് ജസ്റ്റ് സെർവ് ബട്ട് സ്ലേവിങ്. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ വേറൊരു കാര്യം സംഭവിച്ചു. ഇവര് ഇത്രയും നാളും വിഗ്രഹത്തെ സേവിച്ചിരുന്നവരാണ്. They were serving idols. ആ വിഗ്രഹങ്ങളെ വിട്ടു ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. ഇപ്പൊ അവർക്ക് they got a new master now. They have become a new type of slaves. പുതിയ ഒരു തരം അടിമകളായി ഇവർ തീർന്നിരിക്കുകയാണ്. ആരുടെ അടിമയാണ്? അവര് സത്യദൈവത്തെ സേവിപ്പാൻ. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരാളുടെ രക്ഷ വാലിഡേറ്റ് ചെയ്യുന്നതിന്റെ 1-ാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, അവര് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് വിഗ്രഹങ്ങളെ വിട്ടു. 2, അവരുടെ ജീവിതത്തിൽ there is a new lordship, there is a new control, there is a new mastery. They have changed their master. അവരുടെ യജമാനനെ, അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ആളെ അവർ മാറ്റി. ഇത്രയും നാൾ അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്ന വിഗ്രഹങ്ങളാണ്. ഇപ്പൊ രക്ഷിക്കപ്പെട്ടപ്പോ അവര് വേറൊരാൾക്ക് അടിമയായി തീർന്നു. ആർക്കടിമയായി തീർന്നു? സത്യദൈവത്തിന്റെ അടിമകളായി തീർന്നു. So they became slaves of the true God. അതാണ് ഇവിടെ സ്ലേവിംഗ് എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ ആശയം. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കർത്താവിനെ രക്ഷകനായും കർത്താവായി സ്വീകരിക്കുന്നു എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം നാം എന്തുമാത്രം അനുവദിക്കുന്നുണ്ട്? ഹൗ ഫാർ ഡു വി അലൗ ദ ലോർഡ്ഷിപ്പ് ഓഫ് ക്രൈസ്റ്റ് ഇൻ അവർ ലൈഫ്? കർത്താവ് തന്റെ അടുക്കൽ വന്ന ആളുകളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. എല്ലാം ഇപ്പൊ വായിക്കാൻ സമയം എടുക്കുന്നില്ല, അറിയാവുന്ന വാക്യങ്ങളാണ് ഞാൻ പറയുന്നത്. മത്തായി 11:28, മാത്യു 11:28, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, പാപഭാരം മാറ്റി ആശ്വസിപ്പിക്കും. അത് കഴിഞ്ഞ് ഉടനെ പറഞ്ഞ എന്താണെന്നറിയാമോ? ടേക്ക് മൈ യോക്ക് അപ്പോൺ യു ആൻഡ് ലേൺ ഓഫ് മീ. അപ്പോ എന്റെ അടുക്കൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യണം?
എന്റെ നുകമേൽക്കണം. എന്താ നുകമേൽക്കുക എന്ന് പറഞ്ഞാൽ? നുകം എന്നുള്ളത് അടിമത്തത്തെ കാണിക്കുന്ന വാക്കാണ്. കൺട്രോൾ, സബ്മിഷൻ, ദാറ്റ് ഈസ് വാട്ട് യോഗ് സ്പീക്സ് അബൌട്ട്. ഇസ്രായേൽ മക്കൾ ബാബിലോണിന്റെ നുകത്തിന് കീഴിലായിരുന്നു എന്ന് പറഞ്ഞാൽ ബാബിലോണിന്റെ അടിമത്തത്തിന് കീഴിലായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവ് പറയാണ്, എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, പാപഭാരം നീക്കി നിങ്ങൾക്ക് ആശ്വാസം തരും, പാപത്തിൽ നിന്നുള്ള വിടുതൽ തരും. എന്നാൽ അതുകൊണ്ട് തീർന്നില്ല. ഇമ്മീഡിയറ്റ്ലി ഫ്രം ദാറ്റ് പോയിന്റ് ഓൺ യു ഷുഡ് ബൗ യുവർ നെക്സ്റ്റ് ടു മൈ ലോർഡ്ഷിപ്പ്. എന്റെ കർത്തൃത്വത്തിന് നിങ്ങളുടെ തല കുനിക്കണം. യു ഷുഡ് കം അണ്ടർ മൈ യോക്ക്. അതാണ് ക്രിസ്തീയ ജീവിതം. നാം കർത്താവിന്റെ അടുക്കൽ വന്ന് രക്ഷിക്കപ്പെടുന്നത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇനി നന്നായി ജീവിച്ചോളാം എന്ന് പറയുന്നുള്ളൊന്നുമല്ല. കർത്താവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചുയർത്തുവെന്ന് വിശ്വസിച്ച് അവനിൽ ശരണപ്പെടുമ്പോൾ നമ്മുടെ യാതൊരു യോഗ്യതയും പ്രവൃത്തിയും കൂടാതെ നാം രക്ഷിക്കപ്പെടുകയാണ്. അത് ശരി. എന്നാൽ രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ നമ്മുടെ ജീവിതം യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന് കീഴിലായിരിക്കണം. ഫ്രം ദ മോമെന്റ് വി ആർ സേവ്ഡ്, വി ആർ നോട്ട് സേവ്ഡ് ബൈ വേർഡ്സ്, we are saved by coming to the Lord and putting our trust in the Lord. We are not saved by any good works of ours. But from the moment that we are saved, we have to yield our lives to the yoke or the lordship of Jesus Christ. യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തിന്, യജമാനത്വത്തിന്, മാസ്റ്ററിക്ക് നമ്മുടെ ജീവിതത്തെ നാം കീഴ്പ്പെടുത്തി കൊടുക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. അതാണ് ക്രിസ്തീയ ജീവിതം. ഇതോട് ബന്ധപ്പെട്ട വേറെ ഒരു പ്രയോഗം ഞാൻ ഈ അധ്യായത്തിൽ തന്നെ ഒന്ന് കാണിക്കട്ടെ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം 6-ാം വാക്യത്തിലുണ്ട്. 6-ാം വാക്യത്തിൽ അവരെ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. They became followers of us and the Lord. They became followers of the Lord Jesus Christ. അവരുടെ വിശ്വാസം വാലിഡ് ആണെന്നുള്ളതിന് അടുത്തൊരു തെളിവാണ്. എന്താണെന്നറിയാമോ? കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ ആളുകളെ വിളിച്ചപ്പോഴെല്ലാം അവരോട് പറഞ്ഞ എന്താ? ഫോളോ മീ, നോട്ട് ബിലീവ് ഇൻ മീ. എന്നിൽ വിശ്വസിക്കാന്നല്ല, വിശ്വസിക്കാന്ന് ചിലയിടത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെ. എന്നാൽ ശിഷ്യന്മാരെയും ആളുകളെയും ഒക്കെ വിളിച്ചപ്പോ ചുങ്കസ്ഥലത്തൊരുത്തൻ ഇരിക്കുന്നു, അല്ലെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു, അവരോട് പറഞ്ഞ ഫോളോ മീ. അപ്പോ ഒരു ദിവസം ഫോളോ ചെയ്യാനല്ല വിളി. ഫോളോ മീ എന്നുള്ളത് it is a continual following. It's a lifestyle of following the Lord. കർത്താവ് ആളുകളെ വിളിച്ചതെല്ലാം കുറച്ചു നാളത്തേക്ക് എൻ്റെ കൂടെ കൂടാനല്ല, ഈ ദിവസം മുതൽ ജീവിതത്തിന്റെ അന്ത്യം വരെ നീ എന്നെ പിൻപറ്റണം. അതാണ് ഫോളോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം. ഇവിടെ ഇംഗ്ലീഷിൽ, ഇവിടെ മലയാളത്തിൽ അനുകാരികളായി തീർന്നു എന്നാണ്. നിങ്ങൾ KJV ഒക്കെ വായിച്ചു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് യു ബിക്കെയിം ഫോളോവേഴ്സ്. നിങ്ങൾ യു ബിക്കെയിം ഫോളോവേഴ്സ് ഓഫ് us. കർത്താവിന്റെയും ഞങ്ങളുടെയും അനുകാരികളായി തീർന്നു, അനുഗമിക്കുന്നവരായി തീർന്നു. അപ്പോ ഒരു ക്രിസ്തു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ അവൻ കർത്താവിൽ വിശ്വസിക്കുന്നവനാണ്, ശരി. എന്നാൽ ആ വിശ്വാസത്തിൽ എന്തുണ്ട്? കർത്താവിന്റെ വിളിയിൽ കേവലം വിശ്വസിക്കാന്നല്ല, ആ വിശ്വാസത്തിൽ അനുഗമിക്കലും ഉണ്ട്. സോ ബിലീവ് ഇൻ മീ ഓൾസോ ഇൻക്ലൂഡ്സ് ഫോളോ മീ. Not just for a day or two, not for a week or a month. Follow me all the days of your life. നിന്റെ ജീവിതകാലം മുഴുവൻ എന്നെ നീ പിൻപറ്റണം. അതാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് ഉദ്ദേശിച്ച കാര്യം. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ കണ്ടോ, അവര് കർത്താവിനെ അനുഗമിക്കുന്നവരായി തീർന്നു. ഇനി വേറെ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അവരെ കുറിച്ച് പറയുന്ന വേറെ ഒരു കാര്യം, അവരുടെ ജീവിതത്തിൽ വേറെ ഒരു കാര്യം സംഭവിച്ചു. അതെന്താ? അതിന്റെ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിയാൽ, ചാപ്റ്റർ 2 verse 13 നോക്കിയാൽ, ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്ന പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങൾ അത് ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ വിശ്വസിച്ച നിങ്ങളിൽ ദൈവവചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ അടുത്തൊരു തെളിവ്. ഞാൻ അന്ന് 10 വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ചായിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല, നല്ല കാര്യം. എന്നാൽ ദൈവത്തിന്റെ വചനം അവരുടെ ജീവിതത്തിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കണം. ഇംഗ്ലീഷിലെ ചില തർജ്ജമകൾ നിങ്ങൾ വായിച്ചാൽ, the word of God is at work in you who believe, effectually at work in who believe. വിശ്വസിക്കുന്നവരിൽ ഫലകരമായി ഈ ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. രക്ഷിക്കപ്പെട്ടവന്റെ ഒരു തെളിവ് അതാണ്. അവന്റെ ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. The word of God is continually at work in the heart of a child of God.
നാം രക്ഷിക്കപ്പെട്ട് 25 വർഷം മുമ്പായിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ വേദപുസ്തകം വായിച്ചു അല്ലേ? അല്ലെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ വായിക്കുന്നു, ദൈവവചനം നമ്മോട് സംസാരിക്കുന്നു. 25 വർഷം മുമ്പ് സംസാരിച്ചെന്നല്ല, എല്ലാ ദിവസവും ദൈവവചനം നമ്മോട് സംസാരിക്കുക, നമ്മോട് ഇടപെടുക. ദൈവവചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. അതിന്റെ 6-ാം വാക്യത്തിൽ, 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. കഷ്ടതയിൽ വാടിപ്പോകാതെ നിലനിൽക്കുന്നു എന്നുള്ളത് അവരുടെ വിശ്വാസത്തിന്റെ നിജസ്ഥിതി കാണിക്കുന്ന ഒരു കാര്യമാണ്. എന്താ അത്? The reality or genuineness of their faith is evidenced or proved by standing firm in the midst of suffering. കഷ്ടതയുടെ മധ്യത്തിൽ അവര് നിലനിൽക്കുക, അത് ശരിയായി രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു തെളിവാണ്. നമുക്കറിയാം, ചില ആളുകൾക്ക് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പിന്നെ അവരെ അവിടെ എങ്ങും കാണുകയില്ല. ഇതൊരു അൺയൂഷ്വൽ കോമ്പിനേഷനാണ്, അസാധാരണമായ ഒരു കോമ്പിനേഷനാണ്. എന്തൊക്കെയാ ഇവിടുത്തെ കോമ്പിനേഷൻ നോക്കിയേ? എക്സ്റ്റേണലി അഫ്ലിക്ഷൻ, ഇന്റേണലി ജോയ്. ബഹു കഷ്ടം, അതാണ് എക്സ്റ്റേണൽ. സന്തോഷം, അതാണ് ഇന്റേണൽ. പുറമേ ബഹു കഷ്ടമാണ്, പക്ഷെ അകത്ത് ഇന്റേണലി വളരെ സന്തോഷമാണ്. ദിസ് ഇസ് എ ഡിവൈൻ കോമ്പിനേഷൻ ഓഫ് അഫ്ലിക്ഷൻ എക്സ്റ്റേണലി ആൻഡ് ജോയ് ഇന്റേണൽ. അകത്ത് സന്തോഷം, പുറത്ത് കഷ്ടമാണെങ്കിലും. അപ്പോൾ ഇവരുടെ വിശ്വാസം വാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ് നമ്മൾ ചിന്തിച്ചത്. എന്തൊക്കെയാ? ഒന്ന്, അവര് വിഗ്രഹങ്ങളെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുകൊണ്ട് വിഗ്രഹങ്ങൾ അവര് വിടാനായിട്ട് ഇടയായി. പിന്നെ അവരുടെ കർത്തൃത്വത്തിന് മാറ്റം വന്നു. അവരിപ്പോൾ സേവിക്കുന്നത് വിഗ്രഹങ്ങളെ അല്ല, അവരിപ്പോൾ സേവിക്കുന്നത് കർത്താവിനെയാണ്. അത് മാത്രമല്ല, അവര് നാം നേരത്തെ ചിന്തിച്ച പോലെ കർത്താവിന്റെ അനുകാരികളായി, they are following the Lord Jesus. അത് മാത്രമല്ല, the word of God is at work in them. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം വേല ചെയ്തുകൊണ്ടിരിക്കുക. ഒടുവിൽ നമ്മൾ പറഞ്ഞത്, കഷ്ടത ഉണ്ടെങ്കിലും അതവരെ പിന്മാറ്റത്തിൽ ആക്കി കളയുന്നില്ല. പ്രിയപ്പെട്ടവർ, ഒരാൾ ജനുവിനായിട്ട് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിലൂടെ തെളിവാണ് കഷ്ടത ഉണ്ടെങ്കിലും നിൽക്കുക. ഞാൻ പല സംഭവങ്ങളിൽ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന ഓർത്തു. കുറച്ചാൾ മുമ്പ് ഗൾഫിൽ വെച്ച് രക്ഷിക്കപ്പെട്ട ഒരു നേഴ്സ് സഹോദരി മറ്റൊരു ക്രിസ്തീയ കൂട്ടത്തിൽപ്പെട്ടതാണ്. വിശ്വാസ കൂട്ടമല്ല. എൻ്റെ ഒരു ടേപ്പ് എങ്ങനെയോ അവിടെ കേൾക്കാനിടയായി. അങ്ങനെ വേറെ ചിലരൊക്കെ സഹായിച്ചു രക്ഷിക്കപ്പെട്ടതാണ്. അവള് നാട്ടിൽ പാലായിലാണ് വീട്. പാല ആരുടെ സ്ഥലമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഏത് കൂട്ടരാ പാലായിൽ ഒത്തിരി ഉള്ളതെന്ന്. അങ്ങനെ ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്. അപ്പോൾ എന്നെ പരിചയമില്ല, എൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന സമയത്ത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വരും യാത്ര ചെയ്യാൻ, അവിടെ നിന്ന് വന്നാൽ എന്നെ ഒന്ന് കാണാം. അപ്പൊ ഞാൻ ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി. ഈ ചെറുപ്പക്കാരിയായ ഒരു സഹോദരിയാണ്, നേഴ്സായിട്ട് വിദേശത്ത് വർക്ക് ചെയ്യാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, എൻ്റെ ഭർത്താവിന് ഭയങ്കര പിണക്കാണ്, വീട്ടിലെ സാധനങ്ങളെല്ലാം വലിച്ചെറിയുമെന്ന് പറഞ്ഞു. എന്നോടുള്ള ദേഷ്യത്തിന് വീട്ടിൽ മേടിച്ചു വെച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള പാത്രങ്ങൾ, സാധനങ്ങളൊക്കെ ദേഷ്യം വന്ന് വലിച്ചെറിയും. എന്തിനാ? ഞാൻ ഈ വിശ്വാസത്തിലാണ്. പക്ഷെ അവള് തളർന്നിട്ടില്ല. എന്നെ കാണണമെന്ന് പറഞ്ഞതിനെ വിളിച്ച് എന്നോട് കുറെ നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ ഓർത്തു, ഹൗ ജെനുവിൻ ഈസ് ഹർ ഫെയ്ത്ത്. അവളുടെ വിശ്വാസം എത്ര ജെനുവിനാണ്. ചുമ്മാ രക്ഷിക്കപ്പെട്ടു വിശ്വസിച്ചു എന്ന് പറയുകയല്ല. ഭർത്താവ് ഇങ്ങനെ എതിർത്തിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിട്ടും പിടിച്ചു നിൽക്കുക. വിശ്വാസത്തിൽ നിന്ന് അണുവിട പോലും മാറുന്നില്ല. വീട്ടിലെ സാധനങ്ങളൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സ്റ്റുഡ് സ്റ്റാൻഡിങ് ഹെർ ഗ്രൗണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡൽഹിയിൽ ഞാനൊരു കോൺഫറൻസിൽ വന്നപ്പോൾ അവിടെ ഒരു ചെറുപ്പക്കാരിയായ സഹോദരിയെ കണ്ടു. എന്നെ ഒരാൾ പരിചയപ്പെടുത്തി. കഥ ചുരുക്കത്തിൽ, അമേരിക്കയിൽ ഭർത്താവുമായിട്ട് ഒരുമിച്ച് അവർ പോയതാണ്. അപ്പോൾ വിശ്വാസികളല്ലായിരുന്നു. അവിടെ ചെന്ന് ചില ക്രിസ്ത്യൻ ഫ്രണ്ട്സിനെയൊക്കെ കൂടി ഈ പെൺകുട്ടി രക്ഷിക്കപ്പെട്ടു. ഭർത്താവ് യോഗത്തിന് പോയി, പക്ഷെ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഭർത്താവ് പിണങ്ങി. ഞാൻ കല്യാണം കഴിച്ചത് ഇങ്ങനെ ഒരാളെ അല്ല, അതുകൊണ്ട് കർത്താവിനെ തള്ളിപ്പറയാമെങ്കിൽ എൻ്റെ കൂടെ ജീവിച്ചോ, അല്ലെ തിരിച്ച് ഇന്ത്യയിലോട്ട് പോയിക്കോ. അവർ ബംഗാളികളാണ്, മലയാളികളല്ല. എന്ത് ചെയ്യും? കർത്താവിനെ തിരസ്കരിച്ചാൽ അമേരിക്ക നിൽക്കാം, അല്ലെങ്കിൽ നാട്ടിൽ പോയിക്കോ. അവള് നാട്ടിൽ പോരാൻ തീരുമാനിച്ചു. ഒരു മോനുണ്ട്, മോനോ മോളോ കൊച്ചുണ്ട്. ആ കൊച്ചുമായിട്ട് അവളുടെ അമ്മയുണ്ട് ഡൽഹിയിൽ. അവളും അമ്മയും ഈ കുഞ്ഞുകൂടെ താമസിക്കാം. എൻ്റെ ഹൃദയം വളരെ അലിഞ്ഞുപോയി. നോക്കുക, അവൾക്ക് സുഖമായിട്ട് അമേരിക്ക ജീവിക്കാം, പക്ഷെ അമേരിക്ക വേണ്ടെന്ന് വെച്ച് എന്തിനാ? Genuine faith. She is willing to suffer for her faith. That shows the reality, the genuineness of her faith. വിശ്വാസം ശരിയാണെന്നുള്ളത് അവള് വാലിഡേറ്റ് ചെയ്യുക. അവളുടെ സഫറിങ് വഴി അവളുടെ വിശ്വാസം സത്യമാണെന്ന് അവള് വാലിഡേറ്റ് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ശരിയായ വിശ്വാസം,
നമ്മളാരും പെർഫെക്റ്റ് വിശ്വസിച്ചുകൊണ്ട് നമ്മളെല്ലാം പെർഫെക്റ്റ് ആയെന്നോ ഒരു പാപം ചെയ്യാത്തവരാണെന്നോ അല്ല. എന്നാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു ജെനുവിൻ ബിലീവറിന്റെ ജീവിതത്തിൽ കാണണം. അത് വെച്ച് പുലർത്തി വേണം നാം ജീവിക്കാൻ. ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് വെറുതെ നടന്നാൽ പോരാ, അത് വലിയ അപകടമാണ്. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച പോലെ കർത്താവ് വരുമ്പോൾ കൈവിടപ്പെട്ട് നിത്യനാശം അനുഭവിക്കാനിടയാകും. അതുകൊണ്ട് എന്റെ വിശ്വാസം ജെനുവിനാണോ, അത് വാലിഡേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് എല്ലാവരും ചിന്തിച്ച് ആ കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.